സന്തോഷമായി. മോൻ്റെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇതുവരെ എത്താൻ പറ്റിയത്. എനിക്കിങ്ങനെ സങ്കടം വരും. ആക്സിഡൻറ്റിന് ശേഷം അവന് തോന്നി അവന് സിവിൽ സർവീസ് പഠിക്കണം. പിന്നെയും അവൻ സ്വന്തമായിട്ട് വീട്ടിലിരുന്നും സ്വന്തമായി പഠിച്ചിട്ടാണ് ഈ ഒരു നിലയിലെത്തിയത്. വളരെ അഭിമാനമുണ്ട്. അപകടം തളർത്തിയതാണ് ഈ ഇടം കൈ. 6 വർഷം മുൻപ് തളർച്ചയിൽ പതറാതെ ചേർത്തുപിടിച്ചു കുടുംബം ഇതുപോലെ. മനക്കരുത്തിൽ ഗോകുൽ കയ്യെത്തിപ്പിടിച്ചത് സിവിൽ സർവീസ് 895 റാങ്ക്. ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയായിരുന്നു. ഫെയ്റ്റ് എന്നുണ്ടല്ലോ, ഇപ്പോൾ എവിടെയെങ്കിലും എത്തിച്ചേരണമെന്നുണ്ട്. ഇപ്പോൾ ഇതാണ്, ഇവിടെ എത്തിച്ചേരാൻ എൻ്റെ ആഗ്രഹം. എൻ്റെ ഒരു ഡെസ്റ്റിനി ഇതായിരുന്നു, സിവിൽ സർവീസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ ആക്സിഡൻറ്റ് പറ്റി. സോ ഞാൻ ആ ജേർണിയിലേക്ക് വന്നു. സോ അതാണ് ഞാനിപ്പോൾ കാണുന്നത് ജീവിതത്തെ. എഞ്ചിനീയറിംഗ് പഠനനാളുകളിൽ പാഠ്യേതര വഴികളിൽ സഞ്ചരിച്ചിരുന്നു ഗോകുൽ. ബോഡി ബിൽഡർ ആയിരുന്നു, മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു. 2016 ടൈമിൽ മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് പെട്ടെന്ന് ആക്സിഡൻറ്റ് സംഭവിക്കാൻ നേരത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ജീവിതം മടുത്തു എന്നൊരു തോന്നൽ വരും. പിന്നെ പഠിത്തം നിർത്തണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ്, ഫാമിലി, പിന്നെ ടീച്ചേഴ്സിൻ്റെ സഹായം കൊണ്ട് നമ്മൾ ഇവിടം വരെ എത്തി. കുന്നോളം ആഗ്രഹിക്കണം എന്നാണ് അവൻ എപ്പോഴും പറയാറ്. കിട്ടും എന്ന് ഉറപ്പ് എപ്പോഴും പറയണ ഒരു പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളാണ്. കുന്നോളം ആഗ്രഹിച്ചു പഠിച്ച ഗോകുൽ ഓപ്ഷണൽ സബ്ജക്റ്റായി തിരഞ്ഞെടുത്തത് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആയിരുന്നു. IAS മോഹികളോട് ഗോകുലിന് പറയാനുള്ളത് ഇത്രമാത്രം. ഞാനിപ്പോൾ ഞാൻ ജീവിതത്തിലും ഒരുപാട് ഫെയിലായിട്ടുണ്ട്. പറഞ്ഞ പോലെ സിവിൽ സർവീസ് ജേർണിയിൽ ഞാൻ 3 തവണ ഫെയിലായിട്ടുണ്ട്. സോ അത് എനിക്ക് പറയാനുള്ളത്, കീപ് മോട്ടിവേറ്റഡ് യുവർ സെൽഫ്, നെവർ ബാക്ക് ഡൗൺ. അച്ഛൻ ഉണ്ണികൃഷ്ണനും അമ്മ രാധികയ്ക്കും സഹോദരനും അടങ്ങുന്ന കുടുംബത്തിന് ഈ നിമിഷം ജീവിതം തിരിച്ചുപിടിച്ച പോലെയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.